വിഷമിക്കരുത്. നിർബന്ധം അച്ഛാ ഞാൻ ഉണ്ടാക്കിത്തരാം. നിങ്ങൾ ആ വക്കീലിനെ ഒന്ന് കാണണം ഉടനെ. ഒരു ഫോണിന് ഞാൻ പറഞ്ഞിരുന്നു, ഒരു ടെലിഫോൺ ഇവിടെ ഏർപ്പാടാക്കി തരാൻ. ആ പിന്നെ വിസ്കിയോ ബ്രാൻഡിയോ എന്തെങ്കിലും. ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഭ്രാന്ത് പിടിക്കും. ഒന്ന് പതുക്കെ, അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടാവില്ല. ആരാ അത്? ആരാ ഇഷ്ടത്തേക്ക് മാറിയത്? പറയ്. അച്ഛാ ഞാൻ കേട്ടു ഒരു ആണിന്റെ ശബ്ദം. അത് എന്നോട് ക്ഷമിക്കൂ അച്ഛാ. മോളെ, പ്രായം കവിഞ്ഞിട്ടും പെൺകുട തരാവാതെ നിൽക്കുന്ന നിനക്ക് ഒരു പുരുഷനുമായി ബന്ധപ്പെടാൻ മോഹം ഉണ്ടാവും. മനസ്സ് നിയന്ത്രിച്ചാലും ശരീരം കൊതിക്കും. ഇല്ല അച്ഛാ, എന്നെ തെറ്റിദ്ധരിക്കരുത്. പിന്നെന്താ ഞാൻ കണ്ടത്? ദിവസവും നേദിക്കുന്ന ശീലത്തിന്റെ മുമ്പിൽ വെച്ച് മരിച്ചുപോയ ആത്മാക്കൾ പൊറുക്കില്ല. ഞാനും ഹരിത, എന്നെ ശപിക്കരുത്. ഞാനെല്ലാം പറയാം അച്ഛാ. ഒരിക്കലും സമ്മതിക്കില്ലെന്ന് കരുതിയ ഞാൻ അച്ഛനറിയാതെ നമ്മുടെ ഉണ്ണിയെ കൊന്നവരോട് പകരം വിട്ട് വേറെ വഴിയില്ല. ഈ വഴി അപകടമല്ലയോ മോളെ? എനിക്കെന്തോ ഭയം തോന്നുന്നു. തിരുമേനി, നിങ്ങളെക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടത് ഞാനാണ്.